ഡേ പൊളിച്ചില്ലേ? പൊളിയില്ലേ? സൂപ്പർ. വെൽക്കം ടു പാർട്ട് 2 ഓഫ് അവർ വിഷു സെലിബ്രേഷൻ. രാവിലെ 8:30 ആയപ്പോൾ എഴുന്നേറ്റു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവായിരുന്നു. വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോയേ. ബിക്കോസ് ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഓരോരുത്തരായിട്ട് ഒരുങ്ങുന്ന തിരക്കിലാണ്. ഒരുങ്ങിക്കഴിഞ്ഞാൽ കണ്ണാടിന്റെ മുന്നിൽ നിന്നുള്ള ഷോ അത് നിർബന്ധമാണല്ലോ. ഇവരാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഗസ്റ്റസ്, വർഷയും ശംഖുവും. അവർ ന്യൂലി എൻഗേജ് കപ്പിൾ. ഏതൊക്കെ ഡ്രസ്സ് ഇട്ടാലും കേരള സാരി സെറ്റും മുണ്ടൊക്കെ വെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മൊഞ്ച് വേറെ റിട്ടയറിനും കിട്ടാറില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. എല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സിൽ ഇരിക്കുന്നത് കാണാൻ തന്നെ എന്താ ചന്തം അല്ലേ? അതിനിടയ്ക്ക് ഞങ്ങൾ വേഗം ഒരു ട്രാൻസിഷനിലൂടെ എടുത്തിട്ടോ. സമയം അപ്പോഴേക്കും 1 മണി 1:30 കഴിഞ്ഞിരുന്നു. സദ്യ ഐറ്റംസ് എല്ലാം ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. ഫസ്റ്റ് ട്രിപ്പില് കുഞ്ഞുങ്ങളെല്ലാം ഇരുത്താന്ന് കരുതി ഇലയിട്ട് ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ വിളമ്പി തുടങ്ങി കേട്ടോ. മക്കൾ ഇതുപോലെ ഇരുന്ന് കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്റെ കുഞ്ഞുനാളിലെ വിഷുവാണ് ഓർമ്മയിൽ വരുന്നത്. തറവാട്ടിലെ വിഷു എല്ലാവരും ഒരുമിച്ച് കൂടുന്നതും പടകം വാങ്ങിക്കുന്നതും പൊട്ടിക്കുന്നതും കമ്പിത്തിരി കത്തിക്കുന്നതും പിന്നെ രാവിലെ അമ്മ വിളിച്ച് കണി കാണിക്കുന്നതും വിഷു സദ്യ കഴിക്കുന്നതും. ഞങ്ങളുടെ സദ്യയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നോൺ വെജ് ഒരു സൈഡിൽ ഉണ്ടാവും കേട്ടോ. ഫിഷ് ഫ്രൈ ആയിട്ടോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ആയിട്ടോ. പിന്നെ എല്ലാവരും തരുന്ന വിഷുക്കായി നേട്ടം കൂട്ടി വെച്ച് അത് മിനിറ്റിന് വെച്ച് എണ്ണി നോക്കുന്നതും. ഇതൊക്കെയാണ് എന്റെ ഓർമ്മയിലുള്ള വിഷു കേട്ടോ. പിന്നെ കുറച്ച് വലുതായപ്പോ തറവാട്ടിൽ നിന്ന് എല്ലാവരും മാറി കുട്ടി കുട്ടി ഫാമിലി ആയി. അങ്ങനെ പിന്നെ ആഘോഷങ്ങളോടും ഇൻട്രസ്റ്റ് പയ്യെ കുറഞ്ഞു. പടക്കങ്ങൾ വാങ്ങിക്കാതെ വിഷുക്കണിയിലും ഒരു പായസത്തിലും ഒതുക്കാറുണ്ട്. പക്ഷേ ഇപ്പൊ UAE എത്തിയ പിന്നെ ഒട്ടുമിക്ക എല്ലാ ഫെസ്റ്റിവൽസും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വിഷുവിനെ കുറിച്ച് എനിക്ക് എന്റെ കുട്ടിക്കാലത്ത് നല്ല ഓർമ്മകൾ ഓർത്തെടുക്കാൻ പറ്റിയതുപോലെ നാളെ നമ്മുടെ മക്കൾക്കും എന്തെങ്കിലുമൊക്കെ ഓർമ്മയിൽ വരണ്ടേ. ഞങ്ങൾ സദ്യ എല്ലാം കഴിച്ച് താഴേക്ക് ഇറങ്ങി കേട്ടോ. കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് പാർക്കിൽ പോകാനായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ മക്കൾക്ക് പൂളി പോകണമെന്ന് പറഞ്ഞപ്പോ പിന്നെ താഴേന്ന് തന്നെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. മിറർ കണ്ടു കഴിഞ്ഞാല് വെറുതെ വിട എങ്ങനെയാലേ. ഞങ്ങള് വരുന്നത് വെയിറ്റ് ചെയ്ത് നിന്നാല് ഇന്ന് പൂളിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ മക്കള് ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് കഴിയുമ്പോഴേക്കും ഡ്രസ്സെല്ലാം മാറ്റി പൂളിൽ ചാടിയിട്ടോ. ഇവിടെ ഒരാള് പൂളിൽ ഇറങ്ങണം പറഞ്ഞ് കരയാണ്. പക്ഷെ ചെറിയ കോൾഡും കഫും ഉള്ളതുകൊണ്ട് ആരും തന്നെ പൂളിൽ ഇറക്കിയില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്നും കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തു. സൂപ്പർ. അങ്ങനെ ഒരു വലിയ കുഞ്ഞ് ആഘോഷം കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുമ്പോൾ രശിച്ചി വീഡിയോ കോളിൽ വന്നു. പുള്ളിക്കാരിക്ക് ഒരു ഹായും കൊടുത്ത് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അല്ലെങ്കിലും വരുമ്പോൾ ഉള്ള ഇൻട്രസ്റ്റ് തിരിച്ച് പോകുമ്പോൾ ഉണ്ടാവില്ലല്ലോ. വരുന്ന വഴിക്ക് സൂരജിനെ അവന്റെ റൂമിലിറക്കി ഞങ്ങളിങ്ങ് പോന്നു കേട്ടോ. അപ്പം എന്നാ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.